നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കൊമ്പനാറ്റോ പൗലിസ്റ്റയിൽ സാൻഡോസിൻ്റെ അടുത്ത മത്സരം കൊറിന്ത്യൻസിനെതിരെയാണ്. അതൊരു സൂപ്പർ പോരാട്ടമായിരിക്കും. ഡെർബി പോരാട്ടം, ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പോരാട്ടം. ഫെബ്രുവരി 13, അതായത് വരുന്ന വ്യാഴാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 6:05 കളി. ആ കളിയിൽ മെംഫിസ് ഡീപ്പയും നെയ്മർ ജൂനിയറും മുഖാമുഖം വരും. രണ്ടടുത്ത സുഹൃത്തുക്കളാണ് അവർ. ആ കാര്യം ഇപ്പോൾ മെംഫിസ് ഡീപ്പെ തുറന്നു പറയുന്നു. ഈ കളിക്ക് വേണ്ടി വളരെ ആങ്ഷ്യസ് ആയിട്ട് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് നെയ്മറെ വീണ്ടും കാണാനുള്ള ആ ആവേശം. ഐ എം വെരി എക്സൈറ്റഡ് ടു ഫേസ് നെയ്മർ എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ TNT സ്പോർട്സിനോട് പറഞ്ഞതാണ്. അവർ ഉദ്ധരിച്ചുകൊണ്ട് ഗ്ലോബോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഞാൻ വളരെ ആകാംക്ഷയിലാണ്, ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഈ ഒരു മത്സരത്തിൻ്റെ കാര്യത്തിൽ. കാരണം നെയ്മറെ വീണ്ടും ഫേസ് ചെയ്യാൻ പോവുകയില്ല. എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാം. ഫുട്ബോളിന് അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രസീലിൽ അദ്ദേഹം വീണ്ടും കളിക്കാനെത്തുന്നു. അദ്ദേഹത്തോടിപ്പം ഈ കഴിഞ്ഞ കളിയെക്കുറിച്ച് പോലും ഞാൻ സംസാരിച്ചിരുന്നു. സ്പീഡും മറ്റ് കാര്യങ്ങളും ഒക്കെ പറഞ്ഞത്. ബ്രസീലിലെ 30 ഡിഗ്രി ചൂടിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. എനിക്കറിയാം നെയ്മർ ബ്രസീലിയൻ ഫുട്ബോളിൽ വളരെ മികച്ച രൂപത്തിൽ കളിക്കാൻ കെൽപ്പുള്ള താരമാണ് എന്ന്. ഇതാണിപ്പോൾ മെംഫിസ് ഡീപ്പായി പറയുന്നത്. ഡീപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഡച്ച് താരമാണ്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള കൊറിന്ത്യൻസിന് വേണ്ടിയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ ഫുട്ബോളിൽ നിന്ന് അങ്ങനെ ബ്രസീലിയൻ ലീഗിലേക്ക് ചേക്കേറിയ താരങ്ങളിൽ ഒരാൾ. നമുക്കറിയാം അദ്ദേഹം PSV ഐന്തോവനിലൂടെ വളർന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിച്ചു, ലിയോണിൽ പോയി, ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ചു, അത്ലറ്റിക്കോ മാഡ്രിഡിന് കളിച്ചു. അവിടെ നിന്നാണ് 2024 കൊറിന്ത്യൻസിലേക്ക് എത്തിയിട്ടുള്ളത്. നെയ്മറുടെ അടുത്ത സുഹൃത്ത്. എങ്ങനെയായിരിക്കും ആ സുഹൃത്തുക്കൾ തമ്മിലുള്ള പോരാട്ടം? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.